ഡിയർ സ്റ്റുഡൻസ്, മൂന്നാം ക്ലാസ്സിലെ EVS പരിസര പഠനത്തിലെ മൂന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള വാട്ടർ ആൻഡ് സോയിൽ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനകത്ത് വരുന്ന എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഈ പാഠത്തിൻ്റെ മുഴുവൻ എക്സ്പ്ലനേഷനുമാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. Kutten and friends started their game, and then came the rain drizzling. The sky darkened and lightning flashed. Kutten and friends ran to their homes. Little rain, fresh rain, pitter-patter sounds. Then it became mighty rain. The rain stopped and the clouds vanished. The soil cooled and flowers bloomed. Kutten joined his friends to play and had enough fun. Takadimitom. ആദ്യം ഒരു പോയം ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, മഴ കഴിഞ്ഞാൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ പരിസരത്തുണ്ടാവുക? വാട്ട് ആർ ദ ചേഞ്ചസ് ഹാപ്പൻ ഇൻ അവർ സറൗണ്ടിങ്സ് ആഫ്റ്റർ ദ റെയിൻ? എന്തൊക്കെയാണ് മക്കളെ? നമുക്ക് തന്നെ അറിയാം, നമ്മൾ തന്നെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. വി ഫീൽ കോൾഡ്. ഒരു മഴ കഴിയുമ്പോൾ വി ഫീൽ കോൾഡ്, തണുപ്പുണ്ടാകുന്നു. വാട്ടർ ബോഡീസ് ലൈക്ക് വെൽസ്, കനാൽ, പോൺസ്, റിവേഴ്സ് എക്സെട്ര ഫില്ലപ്പ്. മഴ പെയ്യുമ്പോൾ അല്ലേ, പുഴ, കുളം, കനാൽ, കിണർ മുതലായ ജലാശയങ്ങളൊക്കെ നിറയുന്നത് നമ്മൾ കാണാറുണ്ട്. ദെൻ ഗ്രാസ് സ്പ്രൗട്ട്സ് ഇൻ ദ യാർഡ്. ഒരു മഴ പെയ്യുമ്പോഴത്തേക്കും പറമ്പിൽ പുല്ലുകളൊക്കെ മുളയ്ക്കും അല്ലേ. പിന്നെ പ്ലാന്റ്സ് ആൻഡ് ട്രീസ് സ്പ്രൗട്ട്. മരങ്ങളും ചെടികളും തളിർക്കുന്നു. ഉണങ്ങിക്കരിഞ്ഞ് നിൽക്കുന്നതാണെങ്കിൽ ഒരു മഴ കഴിയുമ്പോഴത്തേക്കും പുതുനാമ്പുകളൊക്കെ ഉണ്ടാകും. മരങ്ങളും ചെടികളും തളിർക്കുന്നു. കൾട്ടിവേഷൻ ബിഗിൻസ്. മഴ കഴിയുമ്പോഴാണ് നമ്മൾ കൃഷി തുടങ്ങുന്നത്. പിറ്റ്സ് ആൻഡ് ലോ ലെവൽ ഫിൽ വിത്ത് വാട്ടർ. അതായത് കുഴികളിലും താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം നിറയുന്നു. അതുപോലെ സോയിൽ ഡ്രെയിൻസ് എവേ. നല്ല ശക്തമായ മഴയാണെങ്കിൽ മണ്ണൊലിച്ചു പോകുന്നത് നമുക്ക് കാണാം അല്ലേ. മെയ് ഫ്ലൈസ് റൈസ് ഫ്രം സോയിൽ. ഈയാമ്പാറ്റകൾ മണ്ണിൽ നിന്ന് ഉയരുന്നു. വി ഹിയർ ദ ക്രൈ ഓഫ് ഫ്രോഗ്സ്. തവളകളുടെ കരച്ചിൽ കേൾക്കുന്നു. സോ ദീസ് ആർ ദ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ ആഫ്റ്റർ എ റെയിൻ അല്ലേ. ഇനി ഏതൊക്കെ മാസങ്ങളിലാണ് നമുക്ക് മഴ ലഭിക്കുന്നത്? ഇൻ വിച്ച് മന്ത്സ് ഡു വി ഗെറ്റ് റെയിൻ? ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലവർഷം. അതിൻ്റെ മറ്റൊരു പേരാണ് ഇടവപ്പാതി. അത് കഴിഞ്ഞോ ഒക്ടോബർ മുതൽ നവംബർ വരെയുള്ള തുലാവർഷം. അപ്പോൾ ഇപ്പം നമുക്ക് ഏതാണ്? ഇപ്പോൾ കാലവർഷത്തിൻ്റെ സമയമാണ്. ഇതിപ്പോൾ ഓഗസ്റ്റ് മാസമാണ്. സോ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കാലവർഷം അല്ലെങ്കിൽ ഇടവപ്പാതി എന്ന് നമ്മൾ പറയും. ഒക്ടോബർ നവംബർ ഈ 2 മാസങ്ങളാണ് തുലാവർഷം. ദ കാലവർഷ ഓർ ഇടവപ്പാതി from June to September. June, July, August, September. This time is called as Kalavarsha or Idavappadi. And the Tulavarsha from October to November. Okay, ഇനി നമ്മൾ മഴ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. മഴ മാപിനി, റെയിൻ ഗേജ്. ഒരു പ്രദേശത്ത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്രമാത്രം അളവ് മഴ ലഭിച്ചു എന്നത് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മഴമാപിനി. ഒരു പ്രദേശത്ത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്രമാത്രം അളവ് മഴ ലഭിച്ചു. റെയിൻ ഗേജ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ദ എമൗണ്ട് ഓഫ് റെയിൻ റിസീവ്ഡ് ഇൻ ആൻ ഏരിയ വിത്തിൻ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. എന്താണ്? റെയിൻ ഗേജ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ the amount of rain received in an area within a given period of time. തന്ന ഒരു സമയത്തിനുള്ളിൽ കേട്ടോ. within a given of period of ടൈമിൽ ഒരു പ്രത്യേക ഏരിയയിൽ ഉണ്ടായ മഴയുടെ the amount of rain received അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസാണ് റെയിൻ ഗേജ് അല്ലെ മഴ മാപിനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മഴ മാപിനി നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? ചില്ലുകുപ്പി അല്ലെ ഗ്ലാസ് ബോട്ടിൽ, ഫണൽ, ചോർപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഫണൽ, പിന്നെയോ സ്കെയിൽ വേണം നമുക്ക്. ഇനി നിർമ്മിക്കുന്ന വിധം നമുക്ക് നോക്കിയാലോ. എങ്ങനെയാണ് ഒരു റെയിൻ ഗേജ് അല്ലെങ്കിൽ മഴ മാപിനി നിർമ്മിക്കുക? ചില്ലുകുപ്പിയിൽ ഒരു സ്കെയിൽ ചേർത്ത് ഉറപ്പിച്ച് വെക്കുക. ചില്ലുകുപ്പിയുടെ മുകളിൽ ഫണൽ വെക്കുക. കുപ്പി തുറസായ സ്ഥലത്ത് ഉറപ്പിച്ച് വെക്കുക. ഉറപ്പിച്ച് വെച്ചില്ലെങ്കിൽ എന്ത് പറ്റും? ഇത് വീണ്ടും ചെറിഞ്ഞു മറിഞ്ഞൊക്കെ പോവല്ലേ നല്ല മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ കുപ്പി കൃത്യമായിട്ട് ഉറപ്പിച്ച് നിർത്തണം. എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയത്ത് ജലനിരപ്പ് രേഖപ്പെടുത്തുക. നമ്മൾ സ്കെയിൽ എന്തിനാണ് വെക്കുന്നത്? മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, അളവ് വേണ്ടേ, എത്ര സെൻറ്റിമീറ്റർ മഴ പെയ്തു എന്നറിയണ്ടേ. അപ്പോൾ അതിനാണ് സ്കെയിൽ വെക്കുന്നത്. ഇനി ചില്ലുകുപ്പി വെക്കാൻ കാരണം എന്താണ്? നമുക്ക് ആ മഴയുടെ വെള്ളത്തിൻ്റെ അളവ് കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഫിക്സ് ദ സ്കെയിൽ ടു ദ ഗ്ലാസ് ബോട്ടിൽ. ഫിക്സ് ദ സ്കെയിൽ ടു ദ
ഗ്ലാസ് ബോട്ടിൽ. പ്ലേസ് ദ ഫണൽ ഓൺ ടോപ്പ് ഓഫ് ദ ഗ്ലാസ് ബോട്ടിൽ. ഫണലിൽ വെക്കുന്നത് കൃത്യമായിട്ട് മഴവെള്ളം അതിലേക്ക് ഒഴിച്ചിറങ്ങാൻ വേണ്ടിയിട്ടാണ്. പ്ലേസ് ദ ഫണൽ ഓൺ ടോപ്പ് ഓഫ് ദ ഗ്ലാസ് ബോട്ടിൽ. ഫിക്സ് ദ ബോട്ടിൽ ഇൻ ആൻ ഓപ്പൺ സ്പേസ് ഔട്ട്സൈഡ്. നോട്ട് ഡൗൺ ദ വാട്ടർ ലെവൽ അറ്റ് ഫിക്സ്ഡ് ഇൻ്റർവെൽസ്. ഓക്കെ, അപ്പോൾ ഇതുണ്ടോ, ഇതാണ് നമ്മുടെ മഴമാപിനി എന്ന് പറയുന്ന സാധനം. നിങ്ങൾക്ക് കാണാൻ ഒരു ഗ്ലാസ് ടംബ്ലർ ഉണ്ട്, സ്കെയിൽ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഫണൽ അതിൻ്റെ ടോപ്പിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ. അപ്പോൾ അതിലേക്ക് ഓപ്പൺ ആയിട്ടുള്ള ഒരു തുറന്നൊരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പെയ്യുന്ന മഴയുടെ അളവ് നമുക്ക് രേഖപ്പെടുത്തി വെക്കാൻ പറ്റും. ഓക്കെ, ഇനി മഴവെള്ളം എവിടേക്ക്, വേർ ഡസ് ദ റെയിൻ വാട്ടർ ഗ്രോ? അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ, മെറ്റീരിയൽസ് നീഡഡ്: 2 പ്ലാസ്റ്റിക് കുപ്പി, 2 പ്ലാസ്റ്റിക് ബോട്ടിൽസ്, സൂചി വേണം, നീഡിൽ, പിന്നെ ഉണങ്ങിയ മണ്ണ് ഡ്രൈ സോയിൽ വേണം, വെള്ളം വാട്ടർ വേണം. ഇനി പരീക്ഷണ രീതി നമുക്ക് നോക്കാം. ആദ്യത്തെ പ്ലാസ്റ്റിക് കുപ്പിയുടെ അടിഭാഗത്ത് 2 പ്ലാസ്റ്റിക് കുപ്പി വേണമെന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ പ്ലാസ്റ്റിക് കുപ്പിയുടെ അടിഭാഗത്ത് സൂചി ഉപയോഗിച്ച് ഒരു ദ്വാരം ഇട്ടു. അതിനുള്ളിൽ ഉണങ്ങിയ മണ്ണ് നിറയ്ക്കുക. ഓക്കെ. രണ്ടാമത്തെ കുപ്പിയുടെ വശങ്ങളിൽ ചെറിയ കൂടുതൽ ദ്വാരമിട്ട് അതിൽ വെള്ളം നിറച്ച് മഴ പെയ്യുന്നത് പോലെ ആദ്യത്തെ കുപ്പിയിലേക്ക് വെള്ളം നനയ്ക്കുക. മണ്ണിൽ വീണ വെള്ളത്തിന് എന്ത് സംഭവിച്ചു എന്ന് നിരീക്ഷിക്കുക. എന്താ മക്കൾ ചെയ്യേണ്ടത്? ആദ്യത്തെ പ്ലാസ്റ്റിക് കുപ്പിയുടെ അടിഭാഗത്ത് സൂചി ഉപയോഗിച്ച് ഒരു ദ്വാരം ഇട്ട് അതിൻ്റെ ഉള്ളിൽ ഉണങ്ങിയ മണ്ണ് നിറയ്ക്കാം. പിന്നെ ഈ രണ്ടാമത്തെ കുപ്പിയുടെ വശങ്ങളിൽ ചെറിയ ദ്വാരം ഇട്ടിട്ട് അതിൽ വെള്ളം നിറച്ച് അങ്ങനെ മഴ പെയ്യുന്നത് പോലെ ഈ ആദ്യത്തെ കുപ്പിയിലേക്ക് വെള്ളം നനയ്ക്കുക. മണ്ണിൽ വീണ വെള്ളത്തിന് എന്ത് സംഭവിച്ചു എന്ന് നിരീക്ഷിക്കുക. ഡ്രോപ്പ് എ ഹോൾ ഓട്ട ഇൻ ദ bottom of the first plastic bottle with a needle and fill it with the dry soil. Make a small hole in the sides of the second bottle. മറ്റേതിൻ്റെ സൈഡ്സിലാണ്, ഇതിൻ്റെ ആദ്യത്തതിൻ്റെ ബോട്ടാണ് ഹോൾ ഇടേണ്ടത്. ആൻഡ് fill it with water and pour water into the first bottle as if it were raining. റെയിനിങ്ങിൻ്റെ പ്രതീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ സൈഡിൽ കൂടെ ഹോൾ ഇട്ടിട്ട് ഇങ്ങനെ വാട്ടർ പോർ ചെയ്യുന്നത്. ഒബ്സർവ് വാട്ട് ഹാപ്പൻ ടു ദ വാട്ടർ ദാറ്റ് ഫെൽ ഓൺ ദ സോയിൽ. ആ ഡ്രൈ സോയിലിലേക്ക് വീണ വെള്ളം അതിന് എന്താണ് നിരീക്ഷണം? യെസ്, മണ്ണ് നിറച്ച കുപ്പിയിലേക്ക് വീഴുന്ന ജലം മണ്ണിൽ താഴുന്നത് കാണാം അല്ലേ? ആ വെള്ളം എവിടെ പോയി? ആ ഡ്രൈ സോയിലിൻ്റെ ഉള്ളിലേക്ക് താണുപോയി. വാട്ടർ ഫോളിങ് ഇൻ ടു എ ബോട്ടിൽ ഫിൽഡ് വിത്ത് സോയിൽ സിങ്ക്സ് ഇൻ ടു ദ സോയിൽ. സിങ്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ താഴുക, സിങ്ക്. ഷിപ്പൊക്കെ സിങ്ക് ചെയ്തെന്ന് പറയാം, നമ്മൾ കപ്പൽ താണു പോയി എന്നൊക്കെ പറയില്ലേ. യെസ്, വാട്ടർ ഫോളിങ് ഇൻ ടു ദ ബോട്ടിൽ ഫിൽഡ് വിത്ത് സോയിൽ സിങ്ക്സ് ഇൻ ടു ദ സോയിൽ. അപ്പോൾ ആ വെള്ളം സോയിലിലേക്ക് സിങ്ക് ചെയ്ത് പോയി. അപ്പോൾ നമുക്കിത് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നിഗമനം. വാട്ട്സ് ദ കൺക്ലൂഷൻ ഓഫ് ദിസ് എക്സ്പെരിമെൻറ്റ്? ഉണങ്ങിയ മണ്ണിന് ജലം ഉൾക്കൊള്ളുവാനുള്ള കഴിവുണ്ട് അല്ലേ? ഡ്രൈ സോയിൽ ഹാസ് ദ എബിലിറ്റി ടു അബ്സോർബ് വാട്ടർ, ഇസ്ൻ്റ് ഇറ്റ്? യെസ്. ഇനി നമുക്ക് കുറച്ച് ജലസ്രോതസ്സുകൾ, ഇതൊക്കെ നമ്മൾ 2ാം ക്ലാസ്സിൽ തന്നെ പഠിച്ച കാര്യങ്ങളാണ്. സോഴ്സസ് ഓഫ് വാട്ടർ. നിങ്ങൾക്കറിയാവുന്ന ജലസ്രോതസ്സുകൾ ഏതൊക്കെയാണ്? യെസ്, കിണർ, വെല്ല് അല്ലേ? പിന്നെ കുഴൽ കിണർ, ബോർവെൽ, കുളം, പോണ്ട്, തടാകം, ലേക്ക്. പിന്നെയോ കായൽ, ബാക്ക് വാട്ടർ. എത്ര കായലുണ്ട് നമ്മുടെ കേരളത്തിൽ? 34 അല്ലേ? കനാൽ, അരുവി, സ്ട്രീം അല്ലേ? പുഴ, റിവർ, കടൽ, സീ. ഇതൊക്കെ എന്താണ്? ജലസ്രോതസ്സുകളാണ്. ഇനി നമുക്ക് ഈ ഒരു പാരഗ്രാഫ് നോക്കാം. സുരംഗ ആൻഡ് കേണി. ദ മെത്തേഡ് ഓഫ് ബിൽഡിംഗ് ടണൽസ് ദാറ്റ് ആർ ജസ്റ്റ് ഇനഫ് ഫോർ എ പേഴ്സൺ ടു വാക്ക് ത്രൂ ആൻഡ് ടു ബ്രിങ് ഗ്രൗണ്ട് വാട്ടർ ഔട്ട്സൈഡ് ഈസ് കോൾഡ് സുരംഗ. This method has been used for ages to collect water in Kasaragod district and some parts of കർണാടക. കാസർഗോഡും അതുപോലെ കർണാടകയിലെ ചില പ്രദേശങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് സുരംഗ. ഈ കാണുന്ന ചിത്രത്തിൽ നിങ്ങൾ കാണുന്നതാണ് സുരംഗ. എന്താണ് ഇത് സംഭവം മക്കളെ? ദ മെത്തേഡ് ഓഫ് ബിൽഡിംഗ് ടണൽസ്. ടണലില്ലേ, ആ ടണൽ എങ്ങനെയാണ് ബിൽഡ് ചെയ്തേക്കുന്നത്? ജസ്റ്റ് ഇനഫ് ഫോർ എ പേഴ്സൺ ടു വാക്ക് ത്രൂ. അതായത് ഒരാൾക്ക് മാത്രം നടക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ ടണൽസ് ഉണ്ടാക്കിയിട്ട് അതെന്തിനാണ്? ടു ബ്രിങ് ഗ്രൗണ്ട് വാട്ടർ ഔട്ട്സൈഡ്. ഇറ്റ്സ് കോൾഡ് സുരംഗ. ഓക്കെ. ഇനി കേണി എന്താണ് മക്കളെ? കേണി, ഇത് ഈ കാണുന്നതാണ് കേണി എന്ന് പറയുന്നത്. ദ വേർഡ് കേണി മീൻസ് വെൽ. കേണി എന്ന് പറഞ്ഞാൽ വെല്ലാണ്, കിണറാണ്. കേണി ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ ഇൻസേർട്ടിങ് ഹോളോഡ് വുഡ് ഓഫ് ലാർജ് ട്രീസ് ഇൻ ടു ദ എർത്ത്. അതായത് ഈ
പൊള്ളയായിട്ടുള്ള തടി മരക്കഷ്ണം അത് ഇങ്ങനെ ഭൂമിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടാണ് ഈ കേണി കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ കേണി ഈസ് ഓൺലി ഡീപ്പ് ഇനഫ് ഫോർ ടേക്കിംഗ് വാട്ടർ വിത്ത് വെസൽസ് ഡയറക്റ്റ്ലി. അതായത് വെള്ളം ഡയറക്റ്റ് എടുക്കാൻ പറ്റാത്ത അത്രയും ആഴമേ അതിനുള്ളൂ. കേണി ഈസ് ഓൺലി ഡീപ്പ് ഇനഫ് ഫോർ ടേക്കിംഗ് വാട്ടർ വിത്ത് വെസൽസ് ഡയറക്റ്റ്ലി. ഇറ്റ് ഈസ് സ്റ്റിൽ യൂസ്ഡ് ബൈ മെനി ട്രൈബൽ ഗ്രൂപ്പ്സ് ഇൻ കേരളം. അപ്പോൾ കേരളത്തിലുള്ള ഇപ്പോഴും ഉള്ള ഒരുപാട് ആദിവാസി വിഭാഗങ്ങൾ ഇപ്പോഴും അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മലയാളത്തിൽ നോക്കാം. സൂരംഗയും കേണിയും ഒരാൾക്ക് നടന്നു പോകാൻ മാത്രം വലിപ്പമുള്ള തുരങ്കങ്ങൾ നിർമ്മിച്ച് അതിലൂടെ ഭൂഗർഭജലത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്ന സംവിധാനമാണ് സുരംഗ എന്നറിയപ്പെടുന്നത്. കാസർഗോഡ് ജില്ലയിലും കർണാടകത്തിലെ പല ഭാഗങ്ങളിലുമാണ് സുരംഗങ്ങൾ കാണുന്നത്. അതുപോലെ കേണി എന്നാൽ കിണർ എന്നാണ് അർത്ഥം. വലിയ മരത്തടികൾ തുരന്ന് ഭൂമിയിലേക്ക് താഴ്ത്തിയാണ് കേണികൾ നിർമ്മിക്കുക. നേരിട്ട് പാത്രങ്ങൾ കൊണ്ട് വെള്ളം കോരിയെടുക്കാവുന്നത്ര ആഴമേ കേണികൾക്കുണ്ടാവുള്ളൂ. കേരളത്തിലെ പല ആദിവാസി വിഭാഗങ്ങൾ ഇപ്പോഴും കേണികൾ ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത ഭാഗത്തേക്ക് പോകാം. ജീവജലം, വാട്ടർ ഫോർ ലൈഫ്. See, it's a beautiful picture. നോക്കിക്കേ, പുഴയിലെ ജലം എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഈ ജീവികൾ ഉപയോഗിക്കുന്നത്? പുഴയിലെ ജലം എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് ഈ ജീവികൾ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം അല്ലേ? അവിടെയുള്ള ഫിഷ്, ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ഫിഷ്. ദീസ് ക്രീച്ചേഴ്സ് യൂസ് വാട്ടർ ഇൻ ദ പോണ്ട് ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ്. ഒരുപാട് പല ആവശ്യങ്ങൾക്കാണ് ഈ ക്രീച്ചേഴ്സ് വെള്ളം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഫിഷ് എന്തിനാണ് മക്കളെ വെള്ളം യൂസ് ചെയ്യുന്നത്? ഫോർ ലീവിങ്. അതിൻ്റെ ഹാബിറ്റാറ്റ് തന്നെ വാട്ടറാണ്. അതിൻ്റെ ആവാസം എവിടെയാണ്? വെള്ളത്തിലാണ്. അപ്പോൾ ഫിഷ് എന്തിനാണ് വെള്ളം യൂസ് ചെയ്യുന്നത്? ഫോർ ലീവിങ്. ഇനി എലിഫൻ്റ് ആവട്ടെ ഫോർ ഡ്രിങ്ക് ആൻഡ് ബാത്ത്. ഫോർ ഡ്രിങ്കിങ് ആൻഡ് ബാത്തിങ്, കുളിക്കാനും കുടിക്കാനുമാണ് യൂസ് ചെയ്യുന്നത് ആന. പിന്നെ ക്രെയിനോ ഫോർ ഗ്യാദറിങ് ഫുഡ്. കൊക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കൊക്കിൻ്റെ ഫുഡ് ഇരിക്കുന്നത്, കൊക്കിന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണം കണ്ടെത്താനുള്ള മാർഗ്ഗമാണ് ഈ വെള്ളം എന്ന് പറയുന്നത്. വെള്ളത്തിലുള്ള സ്മോൾ ഇൻസെക്ട്സ്, ഫിഷ് അതിനൊക്കെ തിന്നിട്ടാണല്ലോ കൊക്ക് ജീവിക്കുന്നത്. അപ്പോൾ ഫോർ ഗ്യാദറിങ് ഫുഡിനാണ് വെള്ളം ക്രെയിനിന് ഉപയോഗപ്പെടുന്നത്. ഇനി ക്രൊക്കഡൈൽ എന്തിനാണ്? ഫോർ ലീവിങ്. ക്രൊക്കഡൈലും താമസിക്കുന്ന എവിടെയാണ്? വെള്ളത്തിലാണ്. അപ്പോൾ ഫോർ ലീവിങ്, ഫോർ ഡ്രിങ്കിങ്, ഫോർ ബാത്തിങ്, ഫോർ ഗ്യാദറിങ് ഫുഡ് ഇതിനൊക്കെയാണ് വെള്ളം ഉപയോഗിക്കുന്നത്. ഇനി ഡിയർ, മാനാവട്ടെ ഫോർ ഡ്രിങ്കിങ് ആൻഡ് ബാത്തിങ്. ടൈഗറോ അവിടെ ചിത്രത്തിൽ തന്നിട്ടുണ്ട്, ടൈഗർ ഫോർ ഡ്രിങ്കിങ് ആൻഡ് ബാത്തിങ്. ഈഗിളോ ഫോർ ഡ്രിങ്കിങ് ആൻഡ് ബാത്തിങ്. പിന്നെ മങ്കി ഫോർ ഡ്രിങ്കിങ് ആൻഡ് ബാത്തിങ്. ഓക്കെ, ഇനി വെള്ളത്തിൻ്റെ ഉപയോഗം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് എന്ത് മനസ്സിലാക്കാം? വാട്ട് ആർ ദ യൂസസ് ഓഫ് വാട്ടർ? കുടിക്കാൻ ഫോർ ഡ്രിങ്കിങ്, സിമ്പിളല്ലേ. കുളിക്കാൻ ഫോർ ബാത്തിങ്, കൈ കഴുകാൻ ഫോർ വാഷിംഗ് ഹാൻഡ്, അലക്കാൻ ഫോർ വാഷിംഗ് ക്ലോത്ത്സ്, വളർത്തുമൃഗങ്ങളെ കുളിപ്പിക്കാൻ ഫോർ ഗിവിങ് ബാത്ത് ടു ഡൊമസ്റ്റിക് ആനിമൽസ്. ഡൊമസ്റ്റിക് ആനിമൽസ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു. ഫോർ ഗിവിങ് ബാത്ത് ടു ഡൊമസ്റ്റിക് ആനിമൽസ്. ഇനി നിലം വൃത്തിയാക്കാൻ ഫോർ ക്ലീനിങ് ദ ഫ്ലോർ, ചെടി നനയ്ക്കാൻ ഫോർ വാട്ടറിങ് ദ പ്ലാന്റ്സ്, കൃഷിക്ക് ഫോർ അഗ്രികൾച്ചർ അല്ലേ. പിന്നെ പച്ചക്കറികളും പഴങ്ങളും കഴുകാൻ ഫോർ വാഷിംഗ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. പാചകത്തിന് ഫോർ കുക്കിംഗ്, പാത്രം കഴുകാൻ ഫോർ വാഷിംഗ് വെസൽസ്, വാഹനം കഴുകാൻ ഫോർ വാഷിംഗ് വെഹിക്കിൾസ്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വെള്ളം അത്യാവശ്യമാണ് അല്ലേ. വെള്ളം വെച്ച് ബിൽഡിങ്ങൊക്കെ നമ്മൾ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ആ പ്രക്രിയയിൽ നമ്മൾ വെള്ളം എല്ലാ ദിവസവും അങ്ങനെ ഒഴിച്ചു കൊടുക്കണം അല്ലേ. സെറ്റ് ആവാനൊക്കെ ആവശ്യമാണ് വെള്ളം. ഫോർ കൺസ്ട്രക്ഷൻ വർക്ക്സ്. മൺപാത്ര നിർമ്മാണത്തിന് ഫോർ പോട്ടറിക്കകത്ത് വെള്ളം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴച്ചാണ് അത് രൂപപ്പെടുത്തിയെടുക്കുന്നത് അല്ലേ, മൺപാത്ര നിർമ്മാണം. വ്യവസായം ഫോർ ഇൻഡസ്ട്രിയിൽ വെള്ളമില്ലാത്ത ഒരു പരിപാടിയില്ല. വൈദ്യുതി ഉണ്ടാക്കാനും ഫോർ ജനറേറ്റിംഗ് ഇലക്ട്രിസിറ്റി ഓൾസോ വി യൂസ് വാട്ടർ. അങ്ങനെയാണെങ്കിൽ ഇഫ് ദർ ഈസ് നോ വാട്ടർ വാട്ട് വിൽ ഹാപ്പൻ? ജലമില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ജലമില്ലെങ്കിൽ കുടിവെള്ളക്ഷാമം ഉണ്ടാവും അല്ലേ. ഷോർട്ടേജ് ഇൻ ഡ്രിങ്കിങ് വാട്ടർ. വയലുകളും പുഴകളും കിണറുകളും കുളങ്ങളും വറ്റി വരളുന്നു. ഫീൽഡ്സ്, റിവേഴ്സ്, വെൽസ് ആൻഡ് പോണ്ട്സ് ഡ്രൈ അപ്പ്. ജലക്ഷാമം, രൂക്ഷമായ ജലക്ഷാമം, വാട്ടർ സ്കേഴ്സിറ്റി. സസ്യങ്ങൾ ഉണങ്ങുന്നു, പ്ലാന്റ്സ് വിതർ. ജീവജാലങ്ങൾ നശിക്കുക. പെറിഷിംഗ് എന്ന് പറഞ്ഞാൽ നശിക്കുക. പെറിഷിംഗ് ദ ലൈഫ് വെബ്സ്. കൃഷി നശിക്കുന്നു. പെറിഷിംഗ് ദ അഗ്രികൾച്ചർ അല്ലേ. അപ്പോൾ വെള്ളമില്ലെങ്കിൽ നമുക്ക് ഒന്ന് ആലോചിക്കാൻ കൂടി വയ്യ. ഭക്ഷണമില്ലാതെ നമുക്ക് പിന്നെയും ജീവിക്കാം, പക്ഷേ വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാനേ പറ്റില്ല എന്നുള്ളത് നമുക്കറിയുന്ന കാര്യമാണ്. അത് എല്ലാ ലിവിങ് ക്രീച്ചേഴ്സിനും ആവശ്യമായിട്ടുള്ള ഒന്നാണ് വെള്ളം. വെള്ളമില്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ വാട്ടർ സ്കേഴ്സിറ്റി എന്നൊക്കെ പറയുന്നത് വളരെ
രൂക്ഷമായിട്ടുള്ള കാര്യമാണ്, വളരെ ഡേഞ്ചറസ് ആണ്, നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇഫ് ദർ ഇസ് നോ വാട്ടർ ദർ ഇസ് നോ ലൈഫ്. സോ വാട്ടർ ഈസ് പ്രഷ്യസ്. ജലം അമൂല്യമാണ്. ഇനി ഈ അമൂല്യമായ ജലം പാഴാകുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? സിറ്റുവേഷൻസ് വെയർ ദിസ് പ്രഷ്യസ് വാട്ടർ ഈസ് വേസ്റ്റഡ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയൊക്കെ, പല്ല് തേക്കുന്ന സമയത്ത് ടാപ്പ് നമ്മൾ അനാവശ്യമായിട്ട് തുറന്നിടുന്നത്, ലീവിങ് ദ ടാപ്പ് ഓപ്പൺ വൈൽ ബ്രഷിങ് ദ ടീത്ത്. അതുപോലെ ടാങ്ക് നിറഞ്ഞൊഴുകുന്നത്, ടാങ്ക് ഓവർഫ്ലോയിങ് അല്ലേ. 2 മിനിറ്റ് മോട്ടർ അടിച്ചാൽ മതി, പക്ഷെ നമ്മൾ മോട്ടർ അടിച്ച് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്നു, ടാങ്ക് നിറഞ്ഞൊഴുകുന്നു, എത്ര വെള്ളമാണ് താഴേക്ക് വീണ് വെറുതെ പോകുന്നത് അല്ലേ. ഇനി ചോർച്ചയുള്ള ടാപ്പ്, ലീക്കിംഗ് ടാപ്പ്, പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്, വാട്ടർ ലീക്കിംഗ് ഫ്രം ബ്രോക്കൺ പൈപ്പ്. അതുപോലെ ലീവിങ് ദ ഷവർ ഇൻ ബാത്റൂംസ് അൺനെസസറിലി ഓപ്പൺ, കുളിമുറിയിലൊക്കെ ഷവർ അനാവശ്യമായിട്ട് തുറന്നിടുന്നത്. സോ ദെൻ വാട്ടർ ഈസ് വേസ്റ്റഡ് വൈൽ വാഷിംഗ് വെഹിക്കിൾ. അതുപോലെ വാഹനം കഴുകുമ്പോഴും അതെ, വെള്ളം ഒരുപാട് പാഴായി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വാട്ടർ കൺസർവേഷൻ. അപ്പോൾ ഇനി എങ്ങനെ ജലം സംരക്ഷിക്കാം? കൾട്ടിവേറ്റ്സ് മാക്സിമം പ്ലാന്റ്സ്, പരമാവധി ചെടികൾ നട്ടു വളർത്തുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ചെടികളും വെള്ളവും തമ്മിൽ എന്താ ബന്ധം? ചെടികൾ നട്ടു വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് നന്നായിട്ട് ഇതൊക്കെ എന്താണ്, നല്ല കണക്ഷനുള്ള സംഭവമാണ്. അപ്പോൾ മണ്ണൊലിപ്പ് തടയാൻ പറ്റും ചെടികൾ നട്ടു വളർത്തുന്നതിലൂടെ. അതുവഴി അണ്ടർഗ്രൗണ്ട് വാട്ടർ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. അതുപോലെ മഴ നമുക്ക് നന്നായിട്ട് കിട്ടും. റീറ്റെയിൻ സ്പ്രിങ്സ് ആൻഡ് കനാൽസ്. ഈ നീരുറവകളും കനാലുകളും ഒക്കെ നിലനിർത്തുക. അതൊക്കെ ഈ പ്രകൃതിയിലെ തന്നെ ഏറ്റവും വെള്ളത്തിൻ്റെ ഒറിജിനൽ സോഴ്സസ് ആണ് ഈ നീരുറവകളും കനാലുകളും എന്നൊക്കെ പറയുന്നത്. അതുപോലെ അവോയ്ഡ് ലെവലിംഗ് അപ്പ് പാഡി ഫീൽഡ്സ്. നെൽവയലുകൾ നിരപ്പാക്കുന്നത് ഒഴിവാക്കുക. നെവർ യൂസ് ടാപ്പ് വാട്ടർ ഡയറക്ട്ലി ടു വാഷ് വെസൽസ്. പാത്രങ്ങൾ കഴുകാൻ ഒരിക്കലും ടാപ്പ് വെള്ളം നേരിട്ട് ഉപയോഗിക്കരുതെന്നാണ് നമ്മൾ പറയാറ്. പക്ഷേ നമ്മളെപ്പോഴും അങ്ങനെയല്ലേ ചെയ്യാറ്? ആവശ്യത്തിന് മാത്രം വെള്ളം എടുത്തിട്ട് കഴുകാൻ ഉപയോഗിക്കാൻ അങ്ങനെയാണ് ചെയ്യേണ്ടത് ശരിക്കും. ടേക്ക് വാട്ടർ ഇൻ എ ബക്കറ്റ് വൈൽ യു ആർ ബാത്തിങ്. അതുപോലെ ഷവർ ഒരുപാട് വെള്ളം പാഴാക്കി കളയുന്നൊരു ഇതാണ്. നമ്മൾ ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് കുളിക്കുമെന്ന് തീരുമാനിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കുളിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഷവറിൽ അതിൽ കൂടുതൽ വെള്ളം എടുത്തിട്ടാണ് നമ്മൾ കുളിക്കുക. നിങ്ങൾ കുളിക്കുമ്പോൾ ഒരു ബക്കറ്റിൽ വെള്ളം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് വെള്ളം സംരക്ഷിക്കാനുള്ള, ജലം സംരക്ഷിക്കാനുള്ള മാർഗ്ഗങ്ങൾ. കീപ് ദ വെൽ ആൻഡ് ദ പ്രിമിസസ് ക്ലീൻ. അപ്പോൾ വെള്ളം അതായത് കിണറിനടുത്ത് കുളിക്കരുതെന്ന് നമ്മൾ പറയും. എന്തുകൊണ്ടാണ്? കിണറും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അതുപോലെ മലിനജല അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ നമ്മൾ സമ്മതിക്കരുത്. അപ്പോൾ സ്റ്റോർ ദ റെയിൻ വാട്ടർ ആസ് ഫാർ ആസ് പോസിബിൾ ഇൻ ദ കോമ്പൗണ്ട് ഇറ്റ്സെൽഫ്. മഴവെള്ളം പരമാവധി കോമ്പൗണ്ടിൽ തന്നെ സംഭരിക്കുക. നിങ്ങൾക്കറിയാം, മഴവെള്ള സംഭരണി പോലുള്ള സിസ്റ്റമൊക്കെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ക്ലോസ് ദ വാട്ടർ ടാപ്സ് അറ്റ് ദ റൈറ്റ് ടൈം. ശരിയായ സമയത്ത് വാട്ടർ ടാപ്പ് അടയ്ക്കുക. പല്ല് തേച്ച് കഴിഞ്ഞിട്ട് തുറന്നാൽ പോരെ. അവോയ്ഡ് ഓവർഫ്ലോയിങ് ഓഫ് വാട്ടർ ട്രങ്ക്സ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. വാട്ടർ ടാങ്കുകൾ കവിഞ്ഞൊഴുകുന്നത് ഒഴിവാക്കുക. വി മസ്റ്റ് എൻഷ്യൂർ വാട്ടർ കൺസർവേഷൻ ആൻഡ് ബൈ കൺട്രോളിങ് ദ യൂസ് ഓഫ് വാട്ടർ. ജലത്തിൻ്റെ ഉപയോഗം നിയന്ത്രിച്ചുകൊണ്ട്, ജലം ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല, പക്ഷേ ഉപയോഗം നിയന്ത്രിച്ചുകൊണ്ട് ജലസംരക്ഷണം നമ്മൾ ഉറപ്പാക്കണം. അതുപോലെ പ്രിവെൻറ്റിങ് വാട്ടർ പൊല്യൂഷൻ, ജലമലിനീകരണം തടയുക. ജലസ്രോതസ്സുകളിലേക്ക് പ്ലാസ്റ്റിക്കും മറ്റ് മാലിന്യങ്ങളും ഇടുന്നത് പരമാവധി ഒഴിവാക്കുക. നമ്മൾ എന്തിനാണ് വെള്ളം അത്രയും അമൂല്യമാണ്, മറ്റുള്ളവരുടെ ആവാസ വ്യവസ്ഥയാണ്, അതിലേക്ക് നമ്മൾ കൈകടത്താൻ പാടില്ല. ജലം മലിനമാക്കുന്ന സന്ദർഭങ്ങൾ പരമാവധി ഒഴിവാക്കുക അല്ലേ. ഇനി അഥവാ ജലം മലിനമായി, അല്ലെങ്കിൽ അത്രയും പ്യുവർ അല്ലാത്ത ഒരു വെള്ളം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ പ്യുവറാക്കി എടുക്കാൻ പറ്റും. അതിനാണ് നമ്മൾ എന്ത് പറയുക? വാട്ടർ പ്യൂരിഫിക്കേഷൻ, ജലശുദ്ധീകരണം. എ പാർട്ട് ഓഫ് ദ റെയിൻ വാട്ടർ സീപ്സ് ഇൻ ടു ദ സോയിൽ. അതായത് നമുക്ക് പെയ്യുന്ന മഴയിൽ ഒരു ഭാഗം എങ്ങോട്ട് പോകുന്നുണ്ട്? സോയിലിൻ്റെ ഉള്ളിലേക്ക് പോകും. അപ്പോൾ ഇറ്റ് ഫിൽറ്റേഴ്സ്. നമ്മൾ നേരത്തെ ഡ്രൈ സോയിലിൻ്റെ എക്സ്പെരിമെൻറ്റ് ചെയ്തില്ലേ? വെള്ളം എങ്ങോട്ട് പോയി? മണ്ണിൻ്റെ തടിയിലേക്ക് സിങ്ക് ചെയ്ത് പോയി. അപ്പോൾ എ പാർട്ട് ഓഫ് ദ റെയിൻ വാട്ടർ സീപ്സ് ഇൻ ടു ദ സോയിൽ, ഇറ്റ് ഫിൽറ്റേഴ്സ് ഡൗൺ ത്രൂ ദ സോയിൽ. ഫിൽറ്റേഴ്സ് ഡൗൺ എന്ന് പറഞ്ഞാൽ അരിച്ചിറങ്ങുക, മണ്ണിലേക്ക് അരിച്ചിറങ്ങുക. ഇറ്റ് ഫിൽറ്റേഴ്സ് ഡൗൺ ത്രൂ ദ സോയിൽ, ദിസ് ബിക്കംസ് ഗ്രൗണ്ട് വാട്ടർ ആൻഡ് റീച്ചസ് ദ വെൽ. ഇതാണ് എന്താവുന്നത് മക്കളെ? ഈ ഭൂഗർഭജലമായിട്ട് മാറി നമ്മൾ കിണർ കുത്തുമ്പോൾ വെള്ളം വരുന്നത് എങ്ങനെയാണ്? ഈ ഭൂഗർഭജലമാണ് നമ്മൾ കിണർ കുത്തി അവിടെ എത്തുമ്പോഴാണ് നമുക്ക് ഈ കിണറ്റിൽ വെള്ളം കണ്ടുവെന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് അതർ വാട്ടർ സോഴ്സസ്. ദ വാട്ടർ ബിക്കംസ് ക്ലിയർ വെൻ ഇറ്റ് ഫിൽറ്റേഴ്സ് ഡൗൺ ത്രൂ ദ സോയിൽ. അപ്പോൾ വെള്ളം ക്ലിയർ ആവാൻ എന്ത് ചെയ്താൽ മതി? മണ്ണിലൂടെ അരിച്ചിറങ്ങിയാൽ മതി. ജലശുദ്ധീകരണം. മഴവെള്ളത്തിൻ്റെ ഒരു ഭാഗം
മണ്ണിലൂടെ താഴേക്ക് അരിച്ചിറങ്ങുന്നു. ഇത് ഉറവയായി കിണറ്റിലും മറ്റ് ജലസ്രോതസ്സുകളിലും എത്തിച്ചേരുന്നു. മണ്ണിലൂടെ അരിച്ചിറങ്ങുമ്പോഴാണ് വെള്ളം തെളിഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ മണ്ണിലൂടെ അരിച്ചിറങ്ങുമ്പോഴാണ് വെള്ളം തെളിഞ്ഞു വരുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പരീക്ഷണത്തിലേക്കാണ് പോകുന്നത്. എക്സ്പെരിമെൻ്റ് നോട്ട് നമുക്കറിയാം. എക്സ്പെരിമെൻ്റ് 3ാം ക്ലാസ്സിൽ EVS ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എക്സ്പെരിമെൻറ്റിൻ്റെ പ്രൊസീജിയർ നമ്മൾ എന്തായാലും എഴുതാൻ പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ മലയാളത്തിലാണ് എഴുതുന്നതെങ്കിൽ പരീക്ഷണത്തിന് പേരെഴുതുക, ആവശ്യമായ സാമഗ്രികൾ എഴുതണം, പരീക്ഷണ രീതി എഴുതണം, നിരീക്ഷണം എഴുതണം, നിഗമനം എഴുതണം. അവസാനമാണ് നിഗമനം വരുന്നത് അല്ലേ. പരീക്ഷണ രീതി കഴിഞ്ഞിട്ടാണ് നമ്മളത് നിരീക്ഷണം, അതിന് ശേഷമാണ് നിഗമനം എഴുതേണ്ടത്. ഇനി ഇംഗ്ലീഷിലാണെങ്കിലോ നെയിം ഓഫ് എക്സ്പെരിമെൻ്റ് ആദ്യം കൊടുക്കണം, മെറ്റീരിയൽസ് നീഡഡ് പിന്നെ കൊടുക്കണം, എക്സ്പെരിമെൻറ്റ് മെത്തേഡ് കൊടുക്കണം, ഒബ്സർവേഷൻ കൊടുക്കണം, ലാസ്റ്റ് കൺക്ലൂഷൻ വരും. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? മുച്ചട്ടി അരിപ്പ, 2 ചില്ല് ഗ്ലാസ്. നമുക്ക് വേണ്ട സംഭവം, പരീക്ഷണത്തിൻ്റെ പേര് മുച്ചട്ടി അരിപ്പ. നമുക്ക് വേണ്ട സാധനങ്ങൾ 2 ചില്ല് ഗ്ലാസ്, 3 ചിരട്ടകൾ, ചരൽ, മണൽ, ചിരട്ടക്കരി. എന്തൊക്കെയാണ്? 2 ചില്ല് ഗ്ലാസ്, 3 ചിരട്ടകൾ, മുച്ചട്ടി അരിപ്പ എന്നാണ് പേര്. 3 ചിരട്ടകൾ, ചരൽ, മണൽ, ചിരട്ടക്കരി. അപ്പോൾ 3 ചിരട്ടകൾ എടുത്ത് ഓരോന്നിലും ഓരോ ദ്വാരം ഇടുക. നടുക്കായിട്ട് ദ്വാരം ഇട്ട ഭാഗത്ത് പഞ്ഞിയോ തുണിയോ വെക്കണം. അത് കഴിഞ്ഞ് ചരൽ, മണൽ, ചിരട്ടക്കരി. ഏതൊക്കെയാണ്? ചരൽ, മണൽ, ചിരട്ടക്കരി എന്നിവ ഓരോ ചിരട്ടകളിലായിട്ട് നിറയ്ക്കുക. ഒരു ഗ്ലാസ്സിന് മുകളിൽ ഒന്നിന് മുകളിൽ ഒന്നായി അടുക്കി വയ്ക്കുക. ഇനി ഒരു ഗ്ലാസ്സിൽ കലക്കവെള്ളം എടുത്ത്, അതാണ് ഇംപ്യൂർ വാട്ടർ, നമുക്ക് ശുദ്ധീകരിക്കേണ്ട വെള്ളം എടുത്ത് മുകളിലെ ചിരട്ടയിൽ ഒഴിക്കുക, ഒന്നാമത്തെ ചിരട്ടയിൽ. അപ്പോൾ എന്താണ് നിരീക്ഷണം? അടിയിൽ വെച്ചിരിക്കുന്ന ഗ്ലാസ്സിൽ തെളിഞ്ഞ ജലം നിറയുന്നതായിട്ട് കാണാം. അപ്പോൾ നമുക്ക് എന്ത് നിഗമനം? മണൽ, ചരൽ, ചിരട്ടക്കരി എന്നിവ ഉപയോഗിച്ച് ജലം ശുദ്ധീകരിക്കാൻ കഴിയുമെന്ന് നമുക്ക് ഈ പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാം. അപ്പം എന്താ ചെയ്യേണ്ടത്? ദ നെയിം ഓഫ് ദ എക്സ്പെരിമെൻറ്റ് മുച്ചട്ടി അരിപ്പ. മെറ്റീരിയൽസ് നീഡഡ് 2 ഗ്ലാസ്, 3 കോക്കോനട്ട് ഷെല്ല് ചിരട്ട, 3 കോക്കോനട്ട് ഷെൽ, ഗ്രേവൽ, സാൻഡ്, കോക്കോനട്ട് ഷെൽ, ചാർക്കോൾ. ഗ്രേവൽ, സാൻഡ്, കോക്കോനട്ട് ഷെൽ, ചാർക്കോൾ. ഗ്രേവലാണ് ചരൽ, സാൻഡ് മണൽ, കോക്കോനട്ട് ഷെൽ ചാർക്കോൾ, ചിരട്ടക്കരി. ദ എക്സ്പെരിമെൻറ്റ് മെത്തേഡ്: ടേക്ക് 3 കോക്കോനട്ട് ഷെൽസ് ആൻഡ് മേക്ക് എ ഹോൾ ഈച്ച് ഇൻ ദം. Place cotton or cloth over the hole. Fill gravel, sand and coconut shell charcoal in each of the shells. Arrange gravel on the top. ചരലാണ് ആദ്യം വെക്കേണ്ടത്. സാൻഡ് ഓൺ ദ മിഡിൽ, മണൽ നടുക്ക്. ചാർക്കോൾ ഓൺ ദ ബോട്ടം, ചിരട്ടക്കരി ഏറ്റവും അടിയിലാണ് വരേണ്ടത്. ആൻഡ് സോ ഓൺ പ്ലേസ് ഇൻ ടോപ്പ് ഓഫ് 1 ഗ്ലാസ്. നൗ പോർ മഡ്ഡി വാട്ടർ, കലക്കവെള്ളം അല്ലെങ്കിൽ ചെളിവെള്ളം. നൗ പോർ മഡ്ഡി വാട്ടർ ഇൻ ടു കോക്കനട്ട് ഷെൽ അറ്റ് ദ ടോപ്പ്. നൗ വാട്ട് ഈസ് ദ ഒബ്സർവേഷൻ? ദ ബോട്ടം ഗ്ലാസ് ഈസ് ഫിൽഡ് വിത്ത് പ്യുവർ വാട്ടർ. ആൻഡ് വാട്ട് ഈസ് ദ കൺക്ലൂഷൻ? Water can be purified using sand, gravel and coconut shell charcoal. Okay, so that's the conclusion. ഇനി ചിലയിടങ്ങളിൽ കടൽ ജലം ശുദ്ധീകരിച്ച് കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കടൽ ജലം എന്ന് പറയാൻ നമുക്കറിയാം നല്ല ഉപ്പാണല്ലേ. അപ്പോൾ ഈ കടൽ ജലം എങ്ങനെ ശുദ്ധീകരിച്ച് കുടിവെള്ളമായിട്ട് ഉപയോഗിക്കാൻ പറ്റുക? ഉപ്പുവെള്ളം നമുക്ക് എന്തായാലും കുടിക്കാൻ പറ്റില്ല. അപ്പോൾ റിവേഴ്സ് ഓസ്മോസിസ്, RO എന്ന് നമ്മൾ ഷോർട്ടായി പറയും. റിവേഴ്സ് ഓസ്മോസിസ് എന്ന പ്രക്രിയയാണ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത്. അപ്പോൾ ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഉപ്പിനെ പൂർണ്ണമായിട്ട് മാറ്റുക, അതായത് ഒരു തരി ഉപ്പ് പോലും പിന്നെ ബാക്കി ഉണ്ടാവരുത്, അതിന് സഹായിക്കുന്ന പ്രക്രിയയാണ് റിവേഴ്സ് ഓസ്മോസിസ്. ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഉപ്പിനെ പൂർണ്ണമായി മാറ്റുന്ന പ്രക്രിയ എന്തറിയപ്പെടുന്നു? റിവേഴ്സ് ഓസ്മോസിസ്. ഇൻ സം പ്ലേസസ് സീ വാട്ടർ ഈസ് പ്യൂരിഫൈഡ് ആൻഡ് യൂസ്ഡ് ആസ് ഡ്രിങ്കിങ് വാട്ടർ. എ പ്രോസസ് കോൾഡ് റിവേഴ്സ് ഓസ്മോസിസ് ഈസ് യൂസ്ഡ് ഹിയർ. ദിസ് പ്രോസസ് ഹെൽപ്സ് ഇൻ കംപ്ലീറ്റ് റിമൂവൽ ഓഫ് സോൾട്ട് ഫ്രം സോൾട്ട് വാട്ടർ. ഇനി മണ്ണുകൊണ്ട് ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും എന്തെല്ലാം പ്രയോജനങ്ങളാണുള്ളത്? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ദാറ്റ് ക്രീച്ചേഴ്സ് ആൻഡ് പ്ലാന്റ്സ് ഗെറ്റ് ഫ്രം സോയിൽ? സോയിൽ കൊണ്ട് എന്താണ് ഗുണം മക്കളെ? വിവിധ ജീവികൾക്ക് വാസസ്ഥലം ഒരുക്കുന്നു അല്ലേ. ഈവൻ നമ്മളും എവിടെയാണ് വീട് വെക്കുന്നത്? മണ്ണിലല്ലേ. പ്രൊവൈഡ്സ് ഹാബിറ്റാറ്റ് ഫോർ വേരിയസ് ഓർഗാനിസംസ്. പ്രൊവൈഡ്സ് ഹാബിറ്റാറ്റ് ഫോർ
വേരിയസ് ഓർഗാനിസംസ്. ഇനി സസ്യങ്ങൾക്കും വിവിധ ജീവികൾക്കും ആഹാര സമ്പാദനത്തിന് സഹായിക്കുന്നു. ഹെൽപ്സ് ഇൻ ഒബ്റ്റെയിനിങ് ഫുഡ് ഫോർ പ്ലാന്റ്സ് ആൻഡ് വേരിയസ് ഓർഗാനിസംസ്. സസ്യങ്ങൾക്കും വിവിധ ജീവികൾക്കും ആഹാര സമ്പാദനത്തിന് സഹായിക്കുന്നു. ജീവികൾക്ക് മണ്ണും മാളങ്ങളും സംരക്ഷണവും ജീവികൾക്ക് മണ്ണ്, മാളങ്ങളും സംരക്ഷണവും അഭയവും നൽകുന്നു. അല്ലേ? ചില ജീവികൾ അറിയാം ഇത് മണ്ണിൽ മാളം ഉണ്ടാക്കിയിട്ടൊക്കെയാണ് ജീവിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്താണ് സംരക്ഷണവും അഭയവും ലഭിക്കുന്നു. സോയിൽ ആൻഡ് ബറോസ് എന്ന് പറഞ്ഞാൽ മാളങ്ങൾ. പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ആൻഡ് ഷെൽട്ടർ ടു ഓർഗാനിസംസ്. പാമ്പിൻ്റെയൊക്കെ മാളം നമുക്കറിയാം. സസ്യങ്ങൾ വളരുവാനും അവയുടെ വേരുകൾ ഉറപ്പിച്ചു നിർത്തുവാനും സഹായിക്കുന്നു. ഇനി നമ്മുടെ ലൈഫിന് എക്സിസ്റ്റൻസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ്. ആ പ്ലാന്റ്സ് വളരുന്നത് എവിടെയാണ്? അതിൻ്റെ റൂട്ട്സ് എവിടെയാണ് ഉറപ്പിച്ചു വെക്കുന്നത്? മണ്ണിലാണ്. സോയിൽ ഹെൽപ്സ് പ്ലാന്റ്സ് ടു ഗ്രോ ആൻഡ് കീപ് ദെയർ റൂട്ട്സ് സ്ട്രോങ്. കാലാവസ്ഥ നിയന്ത്രണത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നത് മണ്ണാണ്. സോയിൽ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ക്ലൈമറ്റ് റെഗുലേഷൻ. ജലശുദ്ധീകരണത്തിനും ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിനും സഹായിക്കുന്നു. ഹെൽപ്സ് ഇൻ വാട്ടർ പ്യൂരിഫിക്കേഷൻ. നമ്മൾ പറഞ്ഞു സോയിലിലൂടെ അരിച്ചിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ പ്യൂരിഫൈ വാട്ടർ ആൻഡ് എൻഷുറിങ് വാട്ടർ അവൈലബിലിറ്റി ഉറപ്പുവരുത്തുന്നതിനും മണ്ണ് ഹെൽപ്പ് ചെയ്യുന്നു. മനുഷ്യർക്ക് ഏതെല്ലാം വിധത്തിൽ മണ്ണ് പ്രയോജനപ്പെടുന്നു? ഹൗ ഡസ് സോയിൽ ബെനിഫിറ്റ് ഹ്യൂമൻസ്? കൃഷിക്ക് മണ്ണ് വേണം അല്ലേ? ഫോർ അഗ്രികൾച്ചർ, വീട് നിർമ്മാണം, ഫോർ ഹൗസ് കൺസ്ട്രക്ഷൻ, ചട്ടി, കലം, ഓട് തുടങ്ങിയ സാമഗ്രികൾ നിർമ്മിക്കുന്നതിന് മണ്ണ് വേണം. ഫോർ മേക്കിംഗ് പോട്ട്സ്, പാൻസ്, ടൈൽ എക്സെട്ര വി നീഡ് സോയിൽ. ദെൻ സസ്യങ്ങൾ വളർത്തുന്നതിന് ഫോർ ഗ്രോയിങ് പ്ലാന്റ്സ് വി നീഡ് സോയിൽ. കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിന് ഫോർ മേക്കിംഗ് ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് വി നീഡ് സോയിൽ. ഇനി നമുക്ക് കേരളത്തിലെ മണ്ണിനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. കേരളത്തിൽ പ്രധാനമായിട്ട് എത്ര ഇനം മണ്ണിനങ്ങളാണ് മക്കളുള്ളത്? 8 ഇനം മണ്ണിനങ്ങളാട്ടോ ഉള്ളത്. 8 ഇനം മണ്ണിനങ്ങൾ. തീരദേശ മണ്ണ്. തീരദേശം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം സമുദ്രതീരത്ത് കാണുന്ന ഫലപുഷ്ടി കുറവുള്ള മണ്ണാണ്. ഫലപുഷ്ടി കുറവുള്ള മണ്ണാണ് ഏത്? തീരദേശ മണ്ണ്. സമുദ്രതീരത്ത് കാണുന്ന ഫലപുഷ്ടി കുറഞ്ഞ മണ്ണ്. എക്കൽ മണ്ണ് എന്ന് പറയുന്നത് നല്ല ഫലപുഷ്ടിയുള്ള മണ്ണാണ്. എവിടെയാണ് ഇത് കാണുന്നത്? എക്കൽ മണ്ണ് പുഴയോരത്തും സമതല പ്രദേശങ്ങളിലും കാണുന്നു. പുഴയോരത്തും സമതല പ്രദേശങ്ങളിൽ, സമതലം എന്ന് പറഞ്ഞാൽ ഒരേ നിരപ്പായിട്ടുള്ള പ്ലേസസ്. പുഴയോരത്തും സമതല പ്രദേശങ്ങളിലും എക്കൽ മണ്ണ്. പിന്നെ കരിമണ്ണ് കാണുന്നത് എവിടെയാണ്? ചതുപ്പ് നിലങ്ങളിൽ. അതായത് ഇങ്ങനെ നമ്മളിപ്പോൾ കാല് വെച്ചാൽ താണു പോകുന്ന അങ്ങനത്തെ സ്ഥലങ്ങളില്ല, അതാണ് ചതുപ്പ് എന്ന് പറയുന്നത്. നല്ല ചെളിയായിരിക്കും. കരിമണ്ണ് അവിടെയാണ്, ചതുപ്പ് നിലങ്ങളിലാണ് കരിമണ്ണ് കാണുന്നത്. പിന്നെ വെട്ടുകൽ മണ്ണുണ്ട്. വെട്ടുകൽ മണ്ണ് ചരൽ കലർന്ന പശ്ചിമരാശി കളിമണ്ണാണ്. ചരൽ കലർന്ന പശ്ചിമരാശി കളിമണ്ണ്. അതിന് അമ്ല സ്വഭാവം, ആസിഡ് സ്വഭാവമുണ്ട്, ആസിഡിക്കാണ് വെട്ടുകൽ മണ്ണെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് ചെമ്മണ്ണ്, മണൽ കലർന്ന പശ്ചിമരാശി മണ്ണാണ്. പശ്ചിമയൊക്കെ ഉള്ളത് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നതാണ് ഏത്? ചെമ്മണ്ണ്. ചരൽ കലർന്ന പശ്ചിമയുള്ള കളിമണ്ണാണ് വെട്ടുകൽ മണ്ണ്. ചരൽ കലർന്നതാണെങ്കിൽ വെട്ടുകല്ല്, മണൽ കലർന്നതാണെങ്കിലാണ് മക്കളെ ചെമ്മണ്ണ്. ഓക്കെ, ചെമ്മണ്ണ് കാണുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിൽ കൂടുതലായിട്ട് കേട്ടോ. പിന്നെ മലയോര മണ്ണ് എന്താ? മലകളിൽ കാണുന്നു. അമ്ല സ്വഭാവം വളരെ കുറവാണ്, ആസിഡിക് സ്വഭാവം വളരെ കുറവാണ്. കറുത്ത പരുത്തി മണ്ണ് എവിടെയാണ് കാണുന്നത്? അത് എപ്പോഴും ചോദ്യങ്ങൾ കാണുന്നതാണ്. പാലക്കാട് ജില്ലയിൽ കേട്ടോ. പാലക്കാട് ജില്ലയിൽ കറുത്ത പരുത്തി മണ്ണ്, പേരുള്ളത് പോലെ തന്നെ പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാണ്. ക്ഷാരഗുണമുള്ള മണ്ണാണ്. ബേസിക് ഇൻ നേച്ചർ. ഓക്കെ, വനമണ്ണ്, വനപ്രദേശങ്ങളിൽ കാണുന്ന നല്ല ഫലപുഷ്ടിയുള്ള മണ്ണ്. വനപ്രദേശങ്ങളിൽ നമുക്കറിയാം ഇത് അതിൻ്റെ ഇലകളും ഇത് കരിയില അതൊക്കെ ഇങ്ങനെ ചുള്ളികമ്പോൾ അതൊക്കെ അവിടെ കിടന്ന് അഴുകി നല്ല ഫലപുഷ്ടിയുള്ള മണ്ണായിരിക്കും വനമണ്ണ് എന്നറിയപ്പെടുന്നത്. സോ വിച്ച് ആർ ദ സോയിൽ ടൈപ്സ് ഇൻ കേരള? There are mainly 8 types of soils in Kerala. ഒന്ന് കോസ്റ്റൽ സോയിൽ, തീരപ്രദേശ മണ്ണെന്ന് നമ്മൾ പറഞ്ഞു. ദിസ് ടൈപ്പ് ഓഫ് സോയിൽ ഈസ് ഫൗണ്ട് ഇൻ ദ കോസ്റ്റൽ ഏരിയാസ് ഓഫ് കേരള ആൻഡ് ഈസ് ലെസ് ഇൻ ന്യൂട്രിയൻസ്. അതിനകത്ത് എന്താണ്? ഫലപുഷ്ടി ഭയങ്കര കുറവായിരിക്കും, ന്യൂട്രിയൻസ് ഭയങ്കര കുറവായിരിക്കും. അലൂവിയൽ സോയിൽ എന്താണ്? എക്കൽ മണ്ണ്. ദിസ് ടൈപ്പ് ഓഫ് സോയിൽ ഈസ് ഫൗണ്ട് ഇൻ ദ റിവർ സൈഡിൽ കാണുന്നത് അലൂവിയൽ സോയിൽ കേട്ടോ. ആൻഡ് പ്ലെയിൻ ഏരിയാസ് ആൻഡ് ഹാസ് റിച്ച് ന്യൂട്രിയൻസ്, അലൂവിയൽ സോയിൽ. ബ്ലാക്ക് സോയിൽ ഫൗണ്ട് ഇൻ സ്വാംപി ഏരിയാസ്. നമ്മൾ പറഞ്ഞു എന്താണ്? സ്വാംപി, മാർഷി ഗ്രൗണ്ട് പോലത്തെയുള്ള ആ ഏരിയാസിലാണ് ബ്ലാക്ക് സോയിൽ കാണാം. സ്വാംപി, ചതുപ്പ് നിലങ്ങൾ. ലാറ്ററൈറ്റ് സോയിൽ മിക്സ്ഡ് വിത്ത് ഗ്രാവൽ നമ്മൾ നേരത്തെ പഠിച്ചു, ചരൽ. ലാറ്ററൈറ്റ് സോയിൽ മിക്സ്ഡ് വിത്ത് ഗ്രാവൽ, അസിഡിക് ഇൻ നേച്ചർ.
ഇനി റെഡ് സോയിൽ, ദിസ് ടൈപ്പ് ഓഫ് സോയിൽ ഈസ് ഫൗണ്ട് ഇൻ ദ ഈസ്റ്റേൺ പാർട്ട് ഓഫ് കേരള ആൻഡ് ഈസ് ലോമി ആൻഡ് സാൻഡി ടൈപ്പ്. ഇതിനകത്ത് മണൽ കലർന്നതാണ്. മണൽ കലർന്ന പശിമയുള്ള മണ്ണാണ് റെഡ് സോയിൽ എന്ന് പറയുന്നത്. മൗണ്ടെയിൻ സോയിൽ എവിടെയാണ്? ദിസ് ടൈപ്പ് ഫൗണ്ട് ഇൻ ദ മൗണ്ടേനിയസ് ഏരിയാസ് ഓഫ് കേരള ആൻഡ് ഈസ് റിച്ച് ഇൻ ന്യൂട്രിയൻസ് നമ്മൾ പറഞ്ഞു. ഇനി ലാറ്ററിയൽ സോയിൽ അല്ലെങ്കിൽ ബ്ലാക്ക് കോട്ടൺ സോയിൽ, ലാറ്ററൽ സോയിൽ എന്നൊക്കെ പറയുന്നത് എന്താണ്? ദിസ് ടൈപ്പ് ഓഫ് സോയിൽ ഈസ് കോമൺലി ഫൗണ്ട് ഇൻ ദ മിഡ്ലാൻഡ്സ് ഓഫ് കേരള ആൻഡ് ഈസ് റിച്ച് ഇൻ ന്യൂട്രിയൻസ്. നമ്മൾ പറഞ്ഞു പാലക്കാടൊക്കെ കാണുന്ന പാലക്കാട് ചിറ്റൂർ ഭാഗത്തൊക്കെ നല്ലോണം ഉണ്ട് ഈ കറുത്ത പരുത്തി മണ്ണ്, ബ്ലാക്ക് കോട്ടൺ സോയിൽ, വെരി മച്ച് സൂട്ടബിൾ ഫോർ കോട്ടൺ കൾട്ടിവേഷൻ. പിന്നെ ഫോറസ്റ്റ് സോയിൽ നമ്മൾ പറഞ്ഞു. ദിസ് ടൈപ്പ് ഓഫ് സോയിൽ ഈസ് ഫൗണ്ട് ഇൻ ദ ഫോറസ്റ്റ് ഏരിയാസ് ഓഫ് കേരള ആൻഡ് ഈസ് റിച്ച് ഇൻ ന്യൂട്രിയൻസ്. ദിസ് ഈസ് എ മാപ്പ് ഓഫ് കേരള. ഏതൊക്കെയാണ് സോയിൽസ്? കേരളത്തിലെ സോയിൽസിൻ്റെ ഒരു മാപ്പാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ഓരോ കളേഴ്സും ഓരോ സോയിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കോസ്റ്റൽ സോയിൽ, അലൂവിയൽ സോയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടുകാർ പഠിച്ചു വെക്കാം. ഓക്കെ, കോസ്റ്റൽ സോയിൽ, അലൂവിയൽ സോയിൽ, ബ്ലാക്ക് സോയിൽ, ലാറ്ററൈറ്റ് സോയിൽ, റെഡ് സോയിൽ, മൗണ്ടെയിൻ സോയിൽ, ബ്ലാക്ക് കോട്ടൺ സോയിൽ, ഫോറസ്റ്റ് സോയിൽ. തീരപ്രദേശ മണ്ണ്, എക്കൽ മണ്ണ്, കരിമണ്ണ്, വെട്ടുകൽ മണ്ണ്, ചെമ്മണ്ണ്, മലയോര മണ്ണ്, കറുത്ത പരുത്തി മണ്ണ്, വനമണ്ണ്. ഇനി കേരളത്തിൻ്റെ ആ ഒരു മാപ്പും കൂടെ നോക്കുക. ഇനി മണ്ണിൻ്റെ കഥ, ദ സ്റ്റോറി ഓഫ് ദി സോയിൽ. മണ്ണുണ്ടാകുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കാമോ? ക്യാൻ യു എക്സ്പ്ലെയിൻ ഹൗ സോയിൽ ഈസ് ഫോംഡ്? അപ്പോൾ നമ്മൾ വാട്ടർ ആൻഡ് സോയിൽ എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. ഇപ്പോൾ നമ്മൾ വാട്ടർ എന്ന് പറയുന്ന പാർട്ട് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ സോയിലാണ് ഇപ്പോൾ മെയിനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. മണ്ണുണ്ടാകുന്നത് ഇപ്പോൾ എങ്ങനെയാണ്? യെസ്, ആയിരക്കണക്കിന് വർഷത്തെ നിരന്തരമായ അജൈവ പ്രവർത്തനങ്ങളിലൂടെയാണ് മണ്ണുണ്ടാകുന്നത്. ഒരുപാട് വർഷം, അത് ആയിരക്കണക്കിന് വർഷത്തെ നിരന്തരമായ അജൈവ പ്രവർത്തനങ്ങളിലൂടെയാണ് മണ്ണുണ്ടാകുന്നത്. അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്. പ്രധാനമായവ താഴെ പറയുന്നവയാണ്. അപ്പോൾ സോയിൽ ഈസ് ഫോംഡ് ത്രൂ thousands of years of continuous organic and inorganic activities. There are several factors involved in it. The major ones are as follows. അപ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സാണ് മണ്ണിൻ്റെ സോയിൽ ഫോർമേഷനെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവങ്ങൾ, മണ്ണ് രൂപീകരണത്തെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് ടൈം, ദീർഘകാലത്തെ പ്രക്രിയയാണ് ഈ പറയുന്ന മണ്ണുണ്ടാവുന്ന പരിപാടി. ഇനി കാലാവസ്ഥയിലുണ്ടാവുന്ന മാറ്റങ്ങൾ, അതായത് ചൂട്, തണുപ്പ്, കൊടുങ്കാറ്റ്, ഇതൊക്കെ എന്തിന് ഹെൽപ്പ് ചെയ്യും? മണ്ണുണ്ടാവാൻ ഹെൽപ്പ് ചെയ്യും. വെതർ ചേഞ്ച്, ടെമ്പറേച്ചർ, ഐസ്, സ്റ്റോംസ്, ഇതൊക്കെ എന്താണ്? മണ്ണ് സോയിൽ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. പിന്നെ നദികളുടെ ഒഴുക്ക്, ഫ്ലോ ഓഫ് റിവേഴ്സ്. ഓക്കെ, ഫ്ലോ ഓഫ് റിവേഴ്സ്. അതുപോലെ ഈ നദികൾ ഒഴുകി ഒരു സ്ഥലത്ത് നിന്നുള്ള മണ്ണും കല്ലും പാറയും പൊടിയൊക്കെ എന്ത് ചെയ്തു? ഒഴുകി അതിങ്ങനെ പൊടിഞ്ഞൊക്കെയാണ് മണ്ണ് ഉണ്ടാകുന്നത്. പിന്നെ പാറ പൊട്ടിക്കൽ, റോക്ക് ബ്രേക്കിംഗ്, പാറ പൊട്ടിക്കുമ്പോൾ മണ്ണുണ്ടാകുന്നു അല്ലേ. പിന്നെ മണ്ണൊലിപ്പ്, ഇറോഷൻ, സോയിൽ ഇറോഷനും ഇതിനെ സ്വാധീനിക്കുന്ന ഒരു ഫാക്ടറാണ്. പിന്നെ കടലിലെ തിരമാലകൾ, അതുപോലെ തന്നെ ജൈവിക പ്രവർത്തനം, ബയോളജിക്കൽ ആക്ടിവിറ്റീസ്, ഇതൊക്കെ എന്താണ്? സോയിൽ ഫോർമേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഓക്കെ, ടൈം, വെതർ ചേഞ്ച്, ഫ്ലോ ഓഫ് റിവേഴ്സ്, റോക്ക് ബ്രേക്കിംഗ്, ഇറോഷൻ, വേവ്സ് ഇൻ ദ സീ, ബയോളജിക്കൽ ആക്ടിവിറ്റി, അതുപോലെ എന്താണ്? ദീർഘകാലത്തെ പ്രക്രിയ, കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, നദികളുടെ ഒഴുക്ക്, പാറ പൊട്ടിക്കൽ, മണ്ണൊലിപ്പ്, കടലിലെ തിരമാലകൾ, ജൈവിക പ്രവർത്തനം. ഇനി ക്രീച്ചേഴ്സ് ദാറ്റ് ലീവ് വിത്തിൻ ദ സോയിൽ. മണ്ണിനുള്ളിൽ കഴിയുന്ന ജീവികളെ നമുക്കറിയാം. എർത്ത് വാം അല്ലേ, എർത്ത് വാം മണ്ണിനെ വളക്കൂറുള്ളതാക്കി മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന, മണ്ണ് തന്നെ ഭക്ഷിക്കുന്ന ഒരു ക്രീച്ചറാണ് മണ്ണിര എന്ന് പറയുന്നത് അല്ലേ. പിന്നെ ആൻറ്റ്, ഉറുമ്പ്, ബീറ്റിൽസ്, വണ്ട്, സെൻറ്റിപീഡ് എന്ന് പറയുന്നത് എന്താണ്? പഴുതാര, മില്ലിപീഡ്, അട്ട, ടേർമൈറ്റ്സ്, ചിതലുകൾ കേട്ടിട്ടില്ലേ? ടേർമൈറ്റ്സ്, ഫഞ്ചൈ, ഗ്രാബ്സ്, ചാണകപ്പുഴു എന്നൊക്കെ പറയുന്ന സാധനം. പിന്നെ ആൻറ്റ്ലിയൺ, കുഴിയാന, പിന്നെ ബാക്ടീരിയ, സ്പൈഡർ, നെമാറ്റോഡ്സ്, നിമാവിരകൾ എന്ന് പറയും കേട്ടോ, നെമാറ്റോഡ്സ്, സ്നെയിൽ, ഇതൊക്കെ എന്താണ്? മണ്ണിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവികളാണ്, മണ്ണിനുള്ളിൽ കഴിയുന്ന ജീവികൾ. മണ്ണിൽ വായു ഉണ്ടോ മക്കളെ? എയർ ഇൻ ദ സോയിൽ. അപ്പോൾ നമ്മൾ പിന്നെ ഒരു എക്സ്പെരിമെൻറ്റിലേക്ക് കടക്കുകയാണ്. ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ: ഗ്ലാസ്, വെള്ളം, മൺകട്ട. ചെയ്യേണ്ട രീതി: ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് അതിലേക്ക് ഉണങ്ങിയ ഏതാനും മൺകട്ടകൾ ഇടുക. മണ്ണിൻ്റെ കട്ടാട്ടോ, മൺകട്ടകളിൽ നിന്നും. അപ്പം നിരീക്ഷിക്കാൻ പറ്റുന്ന എന്താണ്? മൺകട്ടകളിൽ നിന്നും വായു കുമിളകൾ ഗ്ലാസ്സിലെ വെള്ളത്തിന് മുകളിലേക്ക് വരുന്നു. അപ്പോൾ അത് വായു കുമിളകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത്
മണ്ണിൽ വായു അടങ്ങിയിരിക്കുന്നു എന്നുള്ളതിന് തെളിവാണ്. അപ്പോൾ എന്താണ് നമ്മുടെ നിഗമനം? മണ്ണിൽ വായു അടങ്ങിയിരിക്കുന്നു. മെറ്റീരിയൽസ് നീഡഡ്: ഗ്ലാസ്, വാട്ടർ, dried clumps of soil, materials needed: glass, water, dried clumps of soil. Take a glass of water and put some dried clumps of soil in it. Observation: air bubbles from the dried clumps rise above the water in the glass. അപ്പോൾ എയർ ബബിൾസ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്താണ് ഇതിൻ്റെ കൺക്ലൂഷൻ? സോയിൽ കണ്ടെയ്ൻസ് എയർ. ഇനി മണ്ണിലെ ജലാംശം കണ്ടുപിടിക്കാനുള്ള ഒരു എക്സ്പെരിമെൻ്റാണ് വാട്ടർ ഇൻ ദ സോയിൽ. സുതാര്യമായ ഒരു കുപ്പി വേണം. ജൈവ വൈവിധ്യ പാർക്കിൽ നിന്നുള്ള മണ്ണ്. മെറ്റീരിയൽസ് നീഡഡ് ഏതൊക്കെയാണ്? ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ, സോയിൽ ഫ്രം ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ. ചെയ്യേണ്ട രീതി: ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ മണ്ണ് ശേഖരിച്ചത് സുതാര്യമായ കുപ്പിയിലാക്കി അടച്ച് 10 മിനിറ്റ് വെയിലത്ത് വയ്ക്കുക. കളക്ട് ദ സോയിൽ ഫ്രം ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ഇൻ എ ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ, ക്ലോസ് ഇറ്റ് ആൻഡ് കീപ്പ് ഇറ്റ് ഇൻ ദ സൺ ഫോർ 10 മിനിറ്റ്സ്. നിരീക്ഷണം എന്താണ്? കുപ്പിയുടെ വശങ്ങളിൽ ജലകണങ്ങൾ പറ്റിപ്പിടിച്ച് കാണുന്നു. വാട്ടർ പാർട്ടിക്കിൾസ് ക്ലിങ് ടു ദ സൈഡ്സ് ഓഫ് ദ ബോട്ടിൽ. ഇനി മണ്ണിൽ ജലത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് അപ്പോൾ നമുക്ക് ഇതിന്ന് മനസ്സിലാക്കാൻ പറ്റും. ദർ ഈസ് പ്രസൻസ് ഓഫ് വാട്ടർ ഇൻ സോയിൽ. ഇനി മണ്ണിൽ ജൈവാംശം കണ്ടുപിടിക്കാനുള്ള എക്സ്പെരിമെൻ്റാണ് ബയോമാസ് ഇൻ ദ സോയിൽ. ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ: സുതാര്യമായ ഗ്ലാസ്, വെള്ളം, ജൈവവൈവിധ്യ പാർക്കിൽ നിന്ന് മണ്ണ്. സെയിം സാധനങ്ങളാണ്. സോയിൽ ഫ്രം ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ, വാട്ടർ, പിന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ്. ചെയ്യേണ്ട രീതി: ജൈവവൈവിധ്യ ഉദ്യാനത്തിലെ മണ്ണ് ശേഖരിച്ചത് ഒരു ഗ്ലാസ്സിൽ പകുതി എടുത്ത് വെള്ളമൊഴിച്ച് നന്നായി ഇളക്കുക. അതായത് മണ്ണെടുത്തിട്ട് പകുതി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കുക. ടേക്ക് ഹാഫ് ഓഫ് ദ സോയിൽ കളക്റ്റഡ് ഫ്രം ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ഇൻ എ ഗ്ലാസ്, ആഡ് വാട്ടർ, മിക്സ് വെൽ. നിരീക്ഷണം എന്താണ്? ഗ്ലാസ്സിന് അടിഞ്ഞ മണ്ണിന് മുകളിലായിട്ട് വെള്ളത്തിൽ ഉണങ്ങിയ ഇലകളുടെ പൊടികളടക്കം പല വസ്തുക്കൾ പൊങ്ങിക്കിടക്കുന്നതായിട്ട് കാണാം. മെനി ഒബ്ജക്ട്സ് ഇൻക്ലൂഡിങ് ഡസ്റ്റ് ഫ്രം ഡ്രൈ ലീവ്സ് ആർ സീൻ ഫ്ലോട്ടിങ് ഇൻ ദ വാട്ടർ. അപ്പോൾ വെള്ളത്തിൻ്റെ മുകളിലായിട്ട് എബവ് ദ സോയിൽ എംബഡഡ് ഇൻ ദ ഗ്ലാസ്. നിഗമനം എന്താണ്? മണ്ണിൽ ജൈവ വസ്തുക്കൾ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ ജൈവ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ ഇതൊക്കെ പെടും. ഈ മണ്ണിലുള്ള പൊടികൾ, ഇലയുടെ പൊടികൾ ഒക്കെ വരും കേട്ടോ. അപ്പം സോയിൽ കണ്ടെയ്ൻസ് ബയോമാസ് എന്നുള്ള ആ ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഉണങ്ങിയ ഇലകൾ എന്തൊക്കെയാണ് ജൈവാംശം എന്ന് പറയുന്നത്? ഉണങ്ങിയ ഇലകൾ, കമ്പ് കഷ്ണങ്ങൾ, ജീവികളുടെ അവശിഷ്ടങ്ങൾ അടങ്ങിയതാണ് ജൈവാംശം. ജൈവാംശം കൂടുതലുള്ള മണ്ണിലാണ് ചെടികൾ നന്നായിട്ട് വളരുക. ജൈവാംശമുള്ള മണ്ണാണ് മണ്ണിരയുടെ ആഹാരം. ബയോമാസ് ഇൻക്ലൂഡ്സ് ഡ്രൈഡ് ലീവ്സ്, പാർട്സ് ഓഫ് സ്റ്റം, റിമെയിൻസ് ഓഫ് ക്രീച്ചേഴ്സ്. Plants grow abundantly in soil rich with more biomass. Soil with biomass is the food of earthworms. മണ്ണ് സംരക്ഷിക്കപ്പെടേണ്ടത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? Why is it said that soil should be protected? There are lakhs of creatures within and outside the soil. അല്ലേ? ഒരുപാട് ക്രീച്ചേഴ്സ് ഉണ്ട്. മണ്ണിനുള്ളിലും മണ്ണിന് പുറത്തുമായിട്ട് ജീവിക്കുന്ന, മണ്ണിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ക്രീച്ചേഴ്സ് ഉണ്ട്. The plants grow by absorbing water and minerals from the soil. അപ്പോൾ പ്ലാന്റ്സ് എങ്ങനെയാണ് ജീവിക്കുന്നത്? ഈ മണ്ണിലുള്ള വെള്ളവും ന്യൂട്രിയൻസും മിനറൽസും ഒക്കെ അബ്സർബ് ചെയ്താണ് ജീവിക്കുന്നത്. ക്രീച്ചേഴ്സ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീയിങ്സ് ഡിപ്പെൻഡ് ഓൺ ദ സോയിൽ ഫോർ മെനി പർപ്പസ്. അപ്പോൾ നമ്മൾ മനുഷ്യരടക്കം എല്ലാവരും സോയിലിനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സോയിൽ ഹെൽപ്സ് എ ലോട്ട് ഇൻ മെയിൻറ്റെയിനിങ് ദ എർത്ത്സ് ബാലൻസ്. ലിവിങ് തിങ്സ് അലോങ് വിത്ത് ദ ക്യാൻ സർവൈവ് ഓൺലി ഇഫ് ദ സോയിൽ ഈസ് പ്രൊട്ടക്റ്റഡ് ഫ്രം പൊല്യൂഷൻ ആൻഡ് ലോസ് ഓഫ് ഫെർട്ടിലിറ്റി. അപ്പോൾ മണ്ണിനകത്തും പുറത്തുമായിട്ട് വലുതും ചെറുതായിട്ട് ലക്ഷക്കണക്കിന് ജീവികളുണ്ട്. സസ്യങ്ങൾ മണ്ണിൽ നിന്ന് ജലവും പോഷകവും വലിച്ചെടുത്ത് വളരുന്നു. മനുഷ്യനുൾപ്പെടെയുള്ള ജീവികൾ വിവിധ ആവശ്യങ്ങൾക്കായി മണ്ണിനെ ആശ്രയിക്കുന്നു. ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന മണ്ണ് വളരെ സഹായിക്കുന്നു. മണ്ണ് മലിനാകാതെയും ഫലപുഷ്ടി നഷ്ടപ്പെടാതെയും സംരക്ഷിച്ചാലേ നാം സഹിതം ജീവജാലങ്ങൾക്ക് നിലനിൽക്കാനാവും. അപ്പോൾ മണ്ണിനുള്ളിൽ എന്തെല്ലാം? ഇത് കുറച്ച് ഒരു പസിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന മണ്ണിനുള്ളിൽ ജീവിക്കുന്ന കുറേ ജീവികളുടെയും മണ്ണിൽ പല വസ്തുക്കളുടെയൊക്കെ പേര് താഴെ കാണുന്ന കല്ലുകളിൽ വെച്ച് ഒളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പേരുകൾ കണ്ടെത്താനാണ്. അപ്പോൾ ജീവികൾ അല്ലാത്തവയെ ഒന്ന് ക്ലാസിഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.